ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഏറ്റവും രൂക്ഷമായ വിമർശനവുമായിട്ട് ഇന്നിപ്പോൾ രംഗത്തു വരുന്നത് CPM ആണ്. സത്യത്തിൽ കേരളീയർ അത്ഭുതപ്പെട്ട് മൂക്കത്ത് വിരൽ വയ്ക്കുന്ന ഒരു സംഭവമാണ് അത്. കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ ചിരവൈരിയായ RSSO BJPയോ പോലും ഇത്രയും ശക്തമായ ആക്രമണം, വിമർശനം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നടത്തുന്നില്ല. ഇന്നിപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഏറ്റവും രൂക്ഷമായ വിമർശനം നടത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് CPM ആണ്, LDF ആണ്. എന്നാൽ ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം, ഇതിനകത്ത് എത്ര ആത്മാർത്ഥതയുണ്ട് എന്നാണ്. ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം എന്താണ്, അതിൻ്റെ ലക്ഷ്യം എന്താണ്, അതിൻ്റെ പ്രവർത്തന ശൈലി എന്താണ് എന്നെല്ലാവർക്കും അറിയാം, CPMനും അറിയാം. പക്ഷേ കാലങ്ങളായിട്ട് മുസ്ലിം വോട്ട് വിഘടിപ്പിക്കാനുള്ള CPMൻ്റെ ശ്രമം, ഒരു വശത്ത് മഹാമേരു പോലെ മുസ്ലിം ലീഗ് നിൽക്കുകയും മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് ബാങ്കായിട്ട് മുസ്ലിം ലീഗ് മാറുകയും ചെയ്തപ്പോൾ ആ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചവരാണ് CPM. ഒളിഞ്ഞും തെളിഞ്ഞും ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി മുസ്ലിം ലീഗ് സൃഷ്ടിച്ച ആ വോട്ട് ബാങ്കിൽ വിള്ളൽ വരുത്തി നേട്ടം കൊയ്യാൻ CPM ശ്രമിച്ച കഥകൾ നിരവധിയുണ്ട്. അതൊക്കെ പഴയ ചരിത്രം. ഇന്നിപ്പോൾ ജമാഅത്ത് ഇസ്ലാമി LDFൻ്റെ CPMൻ്റെ കൂടാരം ഉപേക്ഷിച്ച് ആ തണൽ വേണ്ടെന്ന് വെച്ച് മുസ്ലിം ലീഗിൻ്റെ കൂടെ പ്രവർത്തിക്കുകയാണ്, അല്ലെങ്കിൽ UDFൽ ചേക്കേറിയിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ജമാഅത്ത് ഇസ്ലാമി കളം മാറ്റിയതോടുകൂടി CPM അതിരൂക്ഷമായ ആക്രമണവും വിമർശനവും നടത്താൻ ആരംഭിച്ചു. അത് ആ വിമർശനവും വാക്കുകൾ കൊണ്ടുള്ള ആക്രമണവും രാഷ്ട്രീയ അഭ്യാസം മാത്രമാണ്, വെറും പൊള്ളയാണ് എന്നുള്ളതിന് ഇതാ ഒരു തെളിവ് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഈ ജമാഅത്ത് ഇസ്ലാമി സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലബ്ബ് പോലെ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് മലർവാടി ബാലസംഘം എന്നാണ്. ഈ മലർവാടി ബാലസംഘം കുട്ടികൾക്ക് വേണ്ടി നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. നമുക്കറിയാം, CPMന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പോഷക സംഘടനയുണ്ട്, കോൺഗ്രസിനുണ്ട്, അതുപോലെ RSSനും ഉണ്ട്. പല രാഷ്ട്രീയ കക്ഷികൾക്കും രാഷ്ട്രീയമില്ലാത്തവർക്കും കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടുന്ന ഇത്തരത്തിൽ ഉള്ള സംഘങ്ങൾ അല്ലെങ്കിൽ സംഘടനകൾ ഉണ്ട്. ബാലജന സംഘം, അതുപോലെ മാതൃഭൂമി സ്റ്റഡി സർക്കിൾ, ബാലഗോകുലം, ഇതൊക്കെ കേരളീയർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ട, ഇതൊക്കെ നമ്മൾക്ക് പരിചിതമാണ്. എന്നാൽ ഈ മലർവാടി ബാലസംഘം എന്ന പേര് നമ്മളിതാ അധികം മുമ്പ് കേട്ടിട്ടില്ല, കേരളത്തിൽ അത്ര പ്രശസ്തവുമല്ല. ഇവിടെ ഇപ്പോൾ ഈ മലർവാടി ബാലസംഘം കുട്ടികൾക്ക് വേണ്ടി, അതായത് നഴ്സറി മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് മഴവില്ല് എന്ന പേരിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പോസ്റ്ററുകളുമൊക്കെ പുറത്തിറങ്ങി സ്കൂളുകളിൽ ചെന്ന് കുട്ടികളെ ഇതിൻ്റെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു മത്സരം നടത്തുന്നു എന്ന് പറഞ്ഞ് ക്ഷണിച്ച് കുട്ടികളെ കൊണ്ടുവന്ന് ആ മത്സരം നടത്തി അവർ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ ഇത്തരം മത്സരങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അനുമതി വാങ്ങിയിരിക്കണം. എന്നാൽ ഈ മലർവാടി ബാലസംഘം അത്തരത്തിലുള്ള ഒരു അനുമതിയും വാങ്ങിയതായി രേഖകളെങ്ങുമില്ല. ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇക്കാര്യത്തിൽ അപേക്ഷ സ്വീകരിച്ച് പരിശോധിച്ച് ഇതിന് അനുമതി കൊടുക്കേണ്ടതാണ്. ഇവിടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഒരു അപേക്ഷ പോലും ഇവർ സമർപ്പിച്ചതായിട്ട് അറിയില്ല എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഇതേക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സഖാവിനോ മറ്റ് സഖാക്കൾക്കോ അവരറിഞ്ഞിട്ടേയില്ല ഇങ്ങനൊരു കാര്യം. നോക്കൂ, ഈ ഒരു ചെറിയ വിഷയത്തിൽ പോലും RSSനെതിരെ വാളോങ്ങി രംഗത്ത് വരുന്നയാളാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി.
അദ്ദേഹം നിരന്തരം RSSനെയും BJPയെയും വിമർശിക്കുന്നതിൽ ഒരു മടിയും ഒരു ലോപവും കാണിക്കാറില്ല. ഒരു തവണ അദ്ദേഹത്തെ തോൽപ്പിച്ചത് BJP ആണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പരാജയം രുചിച്ചത് BJPയുടെ RSSൻ്റെ കൈകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അതിനിശിതമായ വിമർശനം BJPക്കും RSSനും അവരുടെ പോഷക സംഘടനകൾക്കുമൊക്കെ എതിരെ ഉന്നയിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരു മടിയും കാണിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം വരുന്നപ്പോൾ അദ്ദേഹം മൗനം പാലിക്കുകയാണ്. ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് നമുക്ക് നേരത്തെ തന്നെ അറിയാം. വളരെ മുമ്പ് തന്നെ അവർ വലിയ വിഘടനവാദ മുദ്രാവാക്യങ്ങളുമായിട്ട് രംഗത്ത് വന്നതാണ്. മതരാഷ്ട്രവാദമാണ് അവർ ഉന്നയിക്കുന്നത്. ആ ലക്ഷ്യം സാധിക്കാൻ വേണ്ടിയിട്ട് അവർ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നു എന്നുള്ളതാണ് അവർക്കെതിരെയുള്ള പ്രധാന വിമർശനം. ജമാഅത്ത് ഇസ്ലാമിക്കും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ലക്ഷ്യം ഈ പറഞ്ഞതുപോലെ മതരാഷ്ട്രവാദമായിരിക്കരുത്. മറ്റുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നത് പോലെ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും സംരക്ഷിച്ചുകൊണ്ട് അത് സാംസ്കാരികമായി കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒക്കെ ആർക്കും പ്രവർത്തിക്കാം. അതിന് ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ല. ഏത് വിഭാഗത്തിൽപ്പെട്ടവരും ഏത് ജാതി സംഘടനയായാലും ശരി അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ലക്ഷ്യം പിഴച്ചു പോകരുത്. രാജ്യത്തിൻ്റെ ഐക്യം നിലനിർത്തുന്നതായിരിക്കണം. മറിച്ച് ഈ പറഞ്ഞതുപോലെ വിഘടനവാദം വളർത്തുന്നതാകരുത്. അത് ജാതിയുടെ പേരിലായാലും മതത്തിൻ്റെ പേരിലായാലും ഭാഷയുടെ പേരിലായാലും പ്രാദേശികവാദമായാലും ശരി, രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഏത് സംഘടനയും പ്രവർത്തിക്കാവൂ. അല്ലാത്ത പ്രവർത്തനങ്ങൾക്ക് മൂക്ക് കയറിടാൻ നമ്മുടെ നിയമത്തിന് കഴിയും. അതിനുള്ള വകുപ്പുകൾ നിയമത്തിലുണ്ട്. ഇവിടെ ഈ മലർവാടി ബാലസംഘം ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്, മഴവില്ല് എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കൃത്യമായി നല്ല ആശയങ്ങൾ കൊടുത്തുകൊണ്ട് കുട്ടികളുടെ ചിത്രരചനാ വാസന വളർത്തുന്ന വിധത്തിൽ പരിപാടി സംഘടിപ്പിച്ചോട്ടെ. ആരാ അത് എതിർക്കാൻ വരുന്നത്? പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് അവരുടെ ലക്ഷ്യത്തെക്കുറിച്ചാണ് ഇവിടെ എതിരഭിപ്രായമുള്ളത്. എതിർപ്പ് ഉയരുന്നത് അവിടെയാണ്. നോക്കൂ, ഇത്രയും ദിവസം ജമാഅത്ത് ഇസ്ലാമി ഉണ്ടായ കാലം മുതൽ അതിനെ എതിർക്കുന്ന ഒരു കൂട്ടരാണ് RSSും അവരുടെ രാഷ്ട്രീയ മുഖമായ BJPയും. മുമ്പത് ജനസംഘമായിരുന്നു. എന്നാൽ ഒരു കാലത്ത് അവരുടെ തോളിൽ കൈയിട്ട് നിന്നിരുന്ന CPM ഇന്ന് അവർ തങ്ങളുടെ ലാവണം വിട്ട് UDFിലേക്ക് പോയി എന്ന് മനസ്സിലായപ്പോൾ അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഇരട്ടത്താപ്പാണ്. ആ ഇരട്ടത്താപ്പാണ് ഈ മലർവാടി ബാലസംഘത്തിൻ്റെ മഴവില്ല് എന്ന പരിപാടി നടക്കാനും കാരണം. ഒരു വശത്ത് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ സംസാരിക്കും, ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ ലക്ഷ്യം തുറന്നു കാണിക്കും, അതിനെ വിമർശിക്കും, ചോദ്യം ചെയ്യും, അവരെ വാക്കുകൾ കൊണ്ട് ആക്രമിക്കും, ഇതൊക്കെ ചെയ്യും. എന്നാൽ മറുവശത്ത് അതീവ രഹസ്യമായി അവർക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകും. ഈ മഴവില്ല് പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് CPM എല്ലാ സഹായവും സഹകരണവും പ്രോത്സാഹനവും നൽകി വരികയാണ്. ഇതാണ്, ഈ ഇരട്ടത്താപ്പാണ് ഇവിടെ തുറന്നു കാട്ടേണ്ടത്. ഇവിടെ CPMനെ സംബന്ധിച്ച് ജമാഅത്ത് ഇസ്ലാമിയെ അവർ വിമർശിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ഭൂരിപക്ഷ ഹിന്ദു വോട്ട് എങ്ങനെയെങ്കിലും കൺസോൾഡേറ്റ് ചെയ്യണം, അത് CPMലേക്ക് കൊണ്ടുവരണം. ജമാഅത്ത് ഇസ്ലാമി വലിയ അപകടം വിതയ്ക്കാൻ പോകുന്നു, ഇവർ വലിയ നാശം ഇവിടെ ഉണ്ടാക്കും, അതിനെ തടയാൻ, അതിനെ നേരിടാൻ, അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ CPMനെ കരുത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഭൂരിപക്ഷ സമുദായം CPMനൊപ്പം നിൽക്കണം. ഇതാണ് CPM ലൈൻ. അങ്ങനൊരു ലൈൻ സ്വീകരിക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കേണ്ടി വരുന്നു. എന്നാൽ രഹസ്യമായി ജമാഅത്ത് ഇസ്ലാമിയുടെ പോഷക സംഘടനകൾക്ക് എല്ലാ സഹായവും ചെയ്തു കഴിഞ്ഞ് ഇത് സ്കൂളുകളിലൊക്കെ സംഘടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പ്രധാന അധ്യാപകരടക്കമുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ പറയുന്നത്, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഈ മലർവാടി ബാലസംഘം
ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പോഷക സംഘടനയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. പാവം, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവരാണ് CPMകാർ. അവരെ നാം തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഈ ഇരട്ടത്താപ്പുമായിട്ട് CPM എത്ര നാൾ പോകും? ഈ പൊള്ളയായ വിമർശനങ്ങളും ആക്രമണങ്ങളുമൊക്കെ കൊണ്ട് CPM എത്ര നാൾ കേരള രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കും എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. എന്തായാലും മലർവാടി ബാലസംഘത്തിൻ്റെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ അവർ പരിപാടികൾ നടത്തട്ടെ, ആരും അത് എതിർക്കാൻ വരില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഉദ്ദേശശുദ്ധി നല്ലതല്ലെങ്കിൽ തീർച്ചയായിട്ടും എതിർപ്പുയരും. ആ എതിർപ്പ് CPM ഉയർത്തുന്ന പൊള്ളയായ എതിർപ്പല്ല, ഈ പേരിന് വേണ്ടിയിട്ടുള്ള, വോട്ട് തട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരിക്കില്ല എന്ന് അവരും മനസ്സിലാക്കട്ടെ, CPMും മനസ്സിലാക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.